നമസ്കാരം, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് ഒരു അവസരങ്ങളുടെ ജാലകം PSC തുറന്നിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് ഞാൻ വിശദമായി നിങ്ങളുമായിട്ട് സംവദിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് PSC നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ 125/2024 എന്ന നമ്പറിൽ പുറത്തു വന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആയിരുന്നു. ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത സമയത്ത് 3 എണ്ണമായിരുന്നു ഉള്ളത്. നിലവിൽ അതിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 17/7/2024 കഴിഞ്ഞു പോയൊരു വേക്കൻസിയാണ്. എങ്കിൽ നിങ്ങൾ പലരും അത് അപ്ലൈ ചെയ്ത് കാണും എന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വേക്കൻസി ആയിരുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതാണ് ആദ്യമായിട്ട് PSC 2 മാസങ്ങൾക്കിടയിൽ വിജ്ഞാപനം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ നോട്ടിഫിക്കേഷൻ. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കാറ്റഗറി നമ്പർ 130/2024 എന്ന രീതിയിൽ കേരള സ്റ്റേറ്റ് ബീവറേജസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ഇത് 3 വേക്കൻസികളായിരുന്നു. ഇതിൻ്റെയും ഡേറ്റ് കഴിഞ്ഞുപോയി. 17/7/2024 ഇതിൻ്റെയും നോട്ടിഫിക്കേഷൻ്റെ അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ ഡേറ്റ്. ഇനിയുള്ള 2 വേക്കൻസികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഡേറ്റുകൾ ക്ലോസിംഗ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. നിലവിൽ എലിജിബിൾ ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം കൂടിയാണ്. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ കേരഫെഡ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. കേരഫെഡ് എന്ന് പറയുന്ന കോർപ്പറേഷനാണ്. കേരളത്തിലെ നമ്മുടെ കേര വെളിച്ചെണ്ണയൊക്കെ ഇറക്കുന്ന കർഷക കൂട്ടായ്മയുടെ ബേസിലുള്ള സർക്കാരിൻ്റെ എയ്ഡായിട്ടുള്ള കേരഫെഡ് ആണ്. അതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് 2 എണ്ണമാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 247/2024 ഇത് അപേക്ഷിക്കാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 4/9/2024 4/9/2024 ഇത് അപേക്ഷിക്കാനുള്ള അവസാനത്തെ ഡേറ്റ്. പിന്നീടുള്ള വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി എല്ലാ വേക്കൻസികൾക്കും ബിടെക്കും കമ്പ്യൂട്ടർ സയൻസ് വരുന്ന ബാക്ക്ഗ്രൗണ്ട് എങ്കിൽ ഇത് വാട്ടർ അതോറിറ്റിയിലേക്ക് വിളിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ന് പറയുന്നൊരു തസ്തികയാണ്. ഈ ഒരു തസ്തികയ്ക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് അപേക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് ബിരുദം മാത്രം മതി. ബിരുദത്തിനൊപ്പം തന്നെ PGDCA എന്നൊരു കോഴ്സ് കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇത് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ബാക്കി എല്ലാത്തിനും ബിടെക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ MSc പോലുള്ള യോഗ്യത വേണമെങ്കിൽ ഇവിടെ നിലവിൽ വേണ്ടത് കേവലം ബിരുദമാണ്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ഒപ്പം തന്നെ PGDCA കൂടി കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് ഇവിടെ പ്രധാനമായിട്ടുമുള്ള ഒരു പ്രത്യേകത. ഇതിൻ്റെയും ഏജ് എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അപേക്ഷിക്കുവാനുള്ള അവസാന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 14/8/2024 കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് ഇതിൻ്റെ നിയമനം. കേരള സർക്കാരിൻ്റെ ഓൺ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ നിയമനങ്ങൾ നടക്കുന്നത്. ഇനിയും കമ്പ്യൂട്ടർ പ്രോഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട ഏണസ്റ്റ് അക്കാഡമിയുടെ കോഴ്സ് ഓൾറെഡി നിലവിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. മികച്ചൊരു കരിയർ നിങ്ങൾക്കും ഈ ഒരു മേഖലയിൽ സ്വന്തമാക്കാൻ ഏണസ്റ്റ് അക്കാഡമിയോടൊപ്പം നിങ്ങൾക്ക് സാധിക്കുമെന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ഒപ്പം തന്നെ ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടാണിത്. കേരള യൂണിവേഴ്സിറ്റികളിലേക്ക് നടന്നിട്ടുള്ള കേരളത്തിലെ വിഭിന്നങ്ങളായ യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്നിട്ടുള്ള പ്രോഗ്രാമർ എക്സാമിനേഷനിൽ 101 റിസൾട്ടിൽ 30-ൽ പരം റിസൾട്ടുകളാണ്, മെയിൻ ലിസ്റ്റിലെ റിസൾട്ടുകളാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് അഭിമാനകരമായി തന്നെ നിങ്ങളോട് പറയാൻ പറ്റും. ഇത്തരത്തിലൊരു വലിയ നേട്ടം നിങ്ങൾക്കും സ്വന്തമാക്കുവാൻ ഏണസ്റ്റ് അക്കാഡമിയോടൊപ്പം തയ്യാറെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് പ്രധാനമായും എനിക്ക് നിങ്ങളോട് കൺവേ ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.